Today's topic is area between two curves. Area between two curves. Here we are considering two curves y is equal to f1 of x and y is equal to f2 of x in closed interval AB. A, B എന്നീ രണ്ട് പോയിന്റുകൾക്കിടയ്ക്ക് രണ്ട് കർവാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ y ഈസ് ഈക്വൽ ടു f1x ആൻഡ് സെക്കൻഡ് വൺ y ഈസ് ഈക്വൽ ടു f2x. ഇതിന്റെ ഒരു റഫ് സ്കെച്ച് നമുക്ക് വരയ്ക്കാം. ശ്രദ്ധിക്കുക, y ഈസ് ഈക്വൽ ടു f1x ആണ് ലോവർ കർവായിട്ട് വരച്ചിരിക്കുന്നത്, y ഈസ് ഈക്വൽ ടു f2x ആണ് അപ്പർ കർവ്. ഇത് x ഈസ് ഈക്വൽ ടു a, ഇത് x ഈസ് ഈക്വൽ ടു b. We have to find the area bounded between the curves y is equal to f1x, y is equal to f2x and the line x is equal to a and x is equal to b. ഈ y is equal to f1x, y is equal to f2x എന്ന് പറയുന്ന രണ്ട് കർവുകൾക്കിടയിലുള്ള ഏരിയ ഫ്രം x is equal to a to x is equal to b ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് നമുക്ക് ഷെയ്ഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഏരിയ ബൗണ്ടഡ് ബൈ ദ എക്സ് ആക്സിസോ ഏരിയ ബൗണ്ടഡ് ബൈ ദ വൈ ആക്സിസോ അല്ല, ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ് ആണ്. ഈ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് അപ്പർ കർവ് എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയയിൽ നിന്നും ലോവർ കർവ് എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. ഒന്നും കൂടെ പറയാം, ഈ റിക്വയർഡ് ഏരിയ കിട്ടാൻ വേണ്ടി അപ്പർ കർവ് f2x എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ഹോൾ ഏരിയയിൽ നിന്നും ലോവർ കർവ് എക്സ് ആക്സുമായിട്ട് മേക്ക് ചെയ്യുന്ന സ്മോളർ ഏരിയ സബ്ട്രാക്ട് ചെയ്താൽ മതി. Therefore, required area is equal to integral a to b, upper curve is f2x dx minus ഇന്റഗ്രൽ എ ടു ബി f1x dx. അപ്പോൾ ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ് കണ്ടുപിടിക്കണമെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് മുതൽ എൻഡ് പോയിന്റ് വരെയുള്ളതിലെ അപ്പർ കർവ് കണ്ടുപിടിക്കുക. അതിന് f2x എന്ന് പേരെടുക്കുക, ലോവർ കർവ് f1x ആയിട്ട് എടുക്കുക. ദെൻ ഏരിയ ഈസ് ഇന്റഗ്രൽ എ ടു ബി f2x dx മൈനസ് ഇന്റഗ്രൽ എ ടു ബി f1x dx. ഫസ്റ്റ് പ്രോബ്ലം, find the area of the region bounded by the two parabolas y is equal to x square and y square is equal to x. ഇവിടെ y is equal to x square and y square is equal to x എന്ന് രണ്ട് പരാബോളാസ് ആണ് തന്നിരിക്കുന്നത്. ഈ പരാബോളാസിന്റെ ഇടയ്ക്ക് വരുന്ന ഏരിയയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനായി ആദ്യം നമുക്ക് രണ്ട് പരാബോളാസ് വരയ്ക്കാം. ഫസ്റ്റ് പരാബോള y is equal to x square, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുന്നു. ഇനി ഒരു പരാബോള വരയ്ക്കാനായിട്ട് ഒരു 5 പോയിന്റ്സ് പ്ലോട്ട് ചെയ്യായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, ആദ്യം എക്സിന് 0 എന്ന് കൊടുക്കുന്നു, വൈയും 0 വരുന്നു. എക്സിന്റെ പവർ 2 ആയത് കാരണം എക്സിന് പോസിറ്റീവ് നെഗറ്റീവ് വാല്യൂസ് കൊടുക്കുന്നതായിരിക്കും സ്യൂട്ടബിൾ. അപ്പോൾ എക്സിന് +1ഉം -1ഉം കൊടുക്കുന്നു, എക്സിന് +2ഉം -2ഉം കൊടുക്കുന്നു. പരാബോള കറക്റ്റ് ഷേപ്പിൽ വരാനായിട്ട് എക്സിന്റെ പവർ 2 ആണെങ്കിൽ എക്സിന് ഒരേ വാല്യൂ തന്നെ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുക. y is equal to x square 1 square minus 1 square 2 square 4 minus 2 ന്റെ സ്ക്വയർ +4. അടുത്തത് y square is equal to x, ഇക്വേഷൻ നമ്പർ 2. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്കും 0 തന്നെ വരും. എക്സിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ വൈയുടെ പവർ 2 ആയതുകൊണ്ട് വൈക്ക് 2 വാല്യൂസ് കിട്ടും. അപ്പോൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് സ്ക്വയർ ഉള്ള വാല്യൂസ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എക്സിന് 1 എന്ന് കൊടുക്കുമ്പോൾ y square is equal to 1, y is equal to plus or minus 1. ഇപ്പോൾ എക്സിന് 1 കൊടുക്കുമ്പോൾ y +1ഉം -1ഉം കൊടുക്കും. എക്സിന് ഒരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് ഉള്ള വാല്യൂ കൊടുക്കാം, അതായിരിക്കും നല്ലത്. 4 കൊടുക്കാം. when x is equal to 4, y square is 4, y is equal to plus or minus 2.
അപ്പോൾ എക്സിന് 4 കൊടുക്കുമ്പോൾ വൈക്ക് 2 വാല്യൂസ് ആണ് വരുന്നത്, +2ഉം -2ഉം. അങ്ങനെ 5 പോയിന്റ്സ് വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് പരാബോള പ്ലോട്ട് ചെയ്യാം. ഫിഗർ ഒത്തിരി കറക്റ്റായിട്ട് വരയ്ക്കണം എന്നില്ല, റഫ് സ്കെച്ചാണ് പരീക്ഷയ്ക്ക് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് പരാബോളയുടെ പോയിന്റ്സ് പ്ലോട്ട് ചെയ്യാം. ആദ്യത്തെ പോയിന്റ് 0 0, സെക്കൻഡ് പോയിന്റ് 1 1, അടുത്തത് -1 1, പിന്നെ 2 4, -2 4. ഈ പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ട് ആ പരാബോള വരയ്ക്കാം. പോയിന്റ്സ് എല്ലാം പ്ലോട്ട് ചെയ്തു. 5 പോയിന്റ്സും പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി പരാബോളയുടെ ഷേപ്പിൽ വരയ്ക്കാം. ഈ പരാബോളയ്ക്ക് 1 എന്ന് മാർക്ക് ചെയ്തു. രണ്ടാമത്തെ പരാബോള y²= ആ പരാബോളയും കൂടെ വരയ്ക്കാം. അല്പം കൂടെ വലിയ ഫിഗർ വരച്ചാലേ ഏരിയ ബിറ്റ്വീൻ ദ കർവ്സ് ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് ചെറിയ സ്ക്രീനിൽ കൊള്ളാൻ വേണ്ടി ചെറുതായിട്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ പരാബോളയും വരച്ചു. അതിന് 2 എന്ന് പേര് കൊടുത്തു. ഫസ്റ്റ് പരാബോള y=x², സെക്കൻഡ് പരാബോള y²=x. ഇതിന്റെ ഇടയ്ക്ക് ഉള്ള ഏരിയ ആണ് ഷെയ്ഡ് ചെയ്യേണ്ടത്. വളരെ ചെറുതായിട്ട് ഇത് കാണാൻ പറ്റത്തുള്ളൂ. സൂം ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക. ഈ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് x=0യിലും എൻഡ് ആവുന്നത് x=1ലുമാണ്. ലിസൺ, 0 മുതൽ 1 വരെ ഈ ഏരിയ ബൗണ്ടഡ് ബൈ ദ x ആക്സിസ് അല്ല, y ആക്സിസും അല്ല, ബിറ്റ്വീൻ 2 കർവ്സ് ആണ്. ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇന്റഗ്രൽ a to b f2x dx minus integral a to b f1x dx. Area between 2 curves is integral a to b f2x dx minus integral a to b f1x dx. Now listen. Starting point is 0 and end point is 1. Therefore integral 0 to 1. അത് മനസ്സിലായല്ലോ. എ ടു ബി എന്ന് പറയുന്നത് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്ന എക്സ് വാല്യൂ ആണ് എ, ഏരിയ എൻഡ് ചെയ്യുന്ന എക്സ് വാല്യൂ ബി. Therefore integral 0 to 1. ഇനി f2x എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയുള്ള പോർഷനിലെ അപ്പർ കർവ് ആണ്. 0 മുതൽ 1 വരെയുള്ള പോർഷനിൽ അപ്പർ കർവ് സൂം ചെയ്ത് നോക്കുക. കർവ് 2 ആണ്. കർവ് 2 ആണ് അപ്പർ കർവ്. 0 മുതൽ 1 വരെയുള്ള പോർഷനിൽ അപ്പർ പോർഷനിൽ കൂടെ പോകുന്ന കർവ് കർവ് 2. ദാറ്റ് ഈസ് y²=x. ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ് നമ്മൾ എക്സ് ആക്സിസിലോട്ട് ചെയ്യുന്നത് കാരണം y വാല്യൂ ആണ് എടുക്കേണ്ടത്. y²=x. Therefore y=√x. Therefore f2xന്റെ സ്ഥാനത്ത് √x എന്ന് വരും. മൈനസ് ഇന്റഗ്രൽ 0 to 1 f1x എന്ന് പറയുന്നത് 0 മുതൽ 1 വരെയുള്ള പോർഷനിലെ ലോവർ കർവ് ആണ്. ദാറ്റ് ഈസ് കർവ് 1. കർവ് 1 എന്ന് പറയുന്നത് y=x² ആണ്. അതിലെ yയുടെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. Therefore x² dx. Therefore required area is integral 0 to 1 √x dx minus integral 0 to 1 x² dx. അപ്പോൾ ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ് ആണെന്ന് മനസ്സിലായാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് കണ്ടുപിടിക്കുക, എൻഡ് പോയിന്റ് കണ്ടുപിടിക്കുക. 0 to 1. അപ്പർ കർവ് f2xന്റെ സ്ഥാനത്ത് മാർക്ക് ചെയ്യുക, ലോവർ കർവ് f1xന്റെ സ്ഥാനത്ത് മാർക്ക് ചെയ്യുക. നമ്മൾ എക്സ് ആക്സിലോട്ട് കൺസിഡർ ചെയ്യുന്നത് കാരണം y വാല്യൂ ആണ് രണ്ട് കർവിന്റെയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഓരോ ഇന്റഗ്രൽ സെപ്പറേറ്റ് കണ്ടുപിടിക്കാം. ഈ
integral 0 to 1 x square dx. Integral 0 to 1 x square dx is x cube by 3 from 0 to 1. 1 by 3 is a constant taking outside. ആദ്യം upper limit 1 cube minus 0 cube. That is 1 by 3 into 1 cube is 1, 0 cube is 0 and 1 minus 0 is 1. Therefore 1 by 3. Therefore the required area is integral 0 to 1 root x dx. Integral 0 to 1 root x dx minus integral 0 to 1 x square dx. That is 2 by 3 minus 1 by 3 is 1 by 3. It's an important question. Second problem, using integration, find the area of the region bounded by the triangle whose vertices are 1, 0, 2, 2 and 3, 1. Here we have to find the area of the triangle with the vertices 1, 0, 2, 2 and 3, 1. ആദ്യമായി നമുക്ക് ഈ 3 വെർട്ടിസസ് മാർക്ക് ചെയ്യാം. ആദ്യത്തെ പോയിന്റിന് എ, രണ്ടാമത്തെ പോയിന്റിന് ബി, മൂന്നാമത്തെ പോയിന്റിന് സി എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ പോയിന്റ് 10 എ എന്ന് പറയുന്ന പോയിന്റ് മാർക്ക് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് 2 x2 y2 എടുക്കുമ്പോൾ ബി ഇവിടെ വരും. മൂന്നാമത്തെ പോയിന്റ് സി 3 x3 y1 സി മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ ട്രയാങ്കിൾ വരച്ച് ഷെയ്ഡ് ചെയ്യാം. ഈ ട്രയാങ്കിളിന്റെ 3 വെർട്ടിസസും പ്ലോട്ട് ചെയ്ത ശേഷം അത് ജോയിൻ ചെയ്ത് ട്രയാങ്കിൾ ABC കൺസ്ട്രക്ട് ചെയ്ത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഈ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് x is equal to 1 എൻഡ് ആവുന്നത് x is equal to 3 അപ്പോൾ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് 1 മുതൽ എൻഡ് ചെയ്യുന്നത് 3 വരെയാണ്. ഇനിയും ഈ ഏരിയ ബൈ ദ എക്സ് ആക്സിസോ ബൈ ദ വൈ ആക്സിസോ അല്ല. ബൈ ദ എക്സ് ആക്സ് ആണെങ്കിൽ 1 മുതൽ 3 വരെ എക്സ് ആക്സിനെ ടച്ച് ചെയ്തേനെ. ഇവിടെ ജസ്റ്റ് ഒരു പോയിന്റിലെ ടച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇത് ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ് ആണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റുമാണ്. നേരത്തെ പറഞ്ഞു 1 മുതൽ 3 വരെ. ഇനി ശ്രദ്ധിക്കുക, നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ട്. ഇവിടെ അപ്പർ കർവ് 2 കർവുകളാണ്. എ ബിയും ബി സിയും കൂടെയാണ് 1 മുതൽ 3 വരെ ഈ ഏരിയ മേക്ക് ചെയ്യുന്നത്. ലോവർ കർവ് ഒറ്റ സിംഗിൾ കർവാണ് AC. ശ്രദ്ധിക്കുക, അപ്പർ കർവ് 2ആയിട്ട് സ്പ്ലിറ്റ് ആണ്. 1 മുതൽ ഈ പോയിന്റ് വരെ ബിയുടെ എക്സ് കോർഡിനേറ്റ് വരെ നമ്മൾ 2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പർ കർവ് എന്ന് പറയുന്നത് 1 to 2 AB-യും 2 to 3 BC-യുമാണ് ഏരിയ മേക്ക് ചെയ്യുന്നത്. അതേസമയം ലോവർ കർവ് സിംഗിൾ കർവാണ് 1 to 3 AC. അത് ജസ്റ്റ് നമുക്ക് മനസ്സിലാവാനായിട്ട് നമുക്കൊന്ന് റഫായിട്ട് എഴുതാം. ഏരിയ ഈസ് ഈക്വൽ ടു അപ്പർ കർവ് എന്ന് പറയുന്നത് F2X 2 കർവുകളാണ്. AB from 1 to 2 and BC from 2 to 3. Therefore 1 to 2 AB plus 2 to 3 BC. ഇതാണ് അപ്പർ കർവ്. മൈനസ് ലോവർ കർവ് സിംഗിൾ കർവാണ് 1 to 3 AC. അപ്പോൾ 1 to 2 AB plus 2 to 3 BC മേക്ക് ചെയ്യുന്ന ഏരിയ ആണ് അപ്പർ കർവിന്റെ ഏരിയ. മൈനസ് 1 to 3 AC ആണ് ലോവർ കർവ്. ഇത് നമുക്ക് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ എഴുതുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ആദ്യത്തെ ഇന്റഗ്രൽ 1 to 2 AB എത്ര വരുമെന്ന് നോക്കാം. Now A is the point 1, 0 and B is the point 2, 2. ആദ്യം നമുക്ക് എ ബിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. 2 പോയിന്റ്സ് തന്നാൽ സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല y മൈനസ് y1 ഈസ് ഈക്വൽ ടു y മൈനസ് y1 ബൈ y2 മൈനസ് y1 ഈസ് ഈക്വൽ ടു x മൈനസ് x1 ബൈ x2 മൈനസ് x1. ഇത് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്.
ആദ്യത്തെ പോയിന്റ് x1 y1 ആയിട്ട് എടുക്കുക, രണ്ടാമത്തെ പോയിന്റ് x2 y2 ആയിട്ട് എടുക്കുക. therefore y minus 0 by 2 minus 0 is equal to x minus 1 by 2 minus 1. y minus y1 by y2 minus y1 is equal to x minus x1 by x2 minus x1. therefore y by 2 എന്ന് പറയുന്നത് x minus 1 by 1 വരും. and y is equal to 2 into x minus 1. y is equal to 2 മേളോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 2 into x minus 1. okay. Integral 1 to 2 into x minus 1 dx is equal to, therefore 2 is a constant. Integral of x is x square by 2 minus x from 1 to 2. 2 is a constant, taking outside. Upper limit കൊടുക്കാം. x square by 2, 2 square by 2, 4 by 2 minus 2 minus lower limit xന് 1 കൊടുക്കുമ്പോൾ 1 by 2 minus 1. കാൽക്കുലേഷൻ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. 2 into 2 minus 2 minus 1 by 2 plus 1. 4 by 2 is 2 minus അകത്തോട്ട് ഇൻറ്റു ചെയ്തപ്പോൾ minus 1 by 2 minus 1 is plus 1. 2 2 കട്ടാകും. this is equal to 2 into 1 minus 1 by 2, 1 by 2. therefore the area 1 to 2 AB make ചെയ്യുന്ന ഏരിയ 1 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2 to 3 BC മേക്ക് ചെയ്യുന്ന ഏരിയ ആണ്. therefore B is the point 2 2 and C is the point 3 1. നേരത്തെ ചെയ്ത പോലെ ചെയ്യുമ്പോൾ ആദ്യത്തെ പോയിന്റ് x1 y1, രണ്ടാമത്തെ പോയിന്റ് x2 y2. y minus 2 by 1 minus 2 is equal to x minus 2 by 3 minus 2. that is y minus 2 by minus 1 is equal to x minus 2 divided by 1. y minus y1 by y2 minus y1 is equal to x minus x1 by x2 minus x1. therefore y minus 2 is equal to minus 1 മേളോട്ട് ക്രോസ് ചെയ്യുന്നു. minus 1 into x minus 2, that is y minus 2 is equal to minus x plus 2. minus അകത്തോട്ട് ഇൻറ്റു ചെയ്തു. therefore y is equal to minus x plus 2. minus 2 റൈറ്റ് സൈഡിൽ ചെല്ലുമ്പോൾ plus 2. that is y is equal to 2 plus 2 4 minus x. ഇതാണ് ബി സിയുടെ ഇക്വേഷൻ. അതിലെ വൈയുടെ വാല്യൂ ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. therefore integral 2 to 3 4 minus x dx is equal to integral of 4 is 4x minus integral of x is x square by 2 from 2 to 3. ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുന്നു. 4 into 3 12 minus 3 square 9 by 2 minus of lower limit 2 കൊടുക്കുമ്പോൾ 8 minus x square is 4 by 2. this is equal to 12 minus 9 by 2 minus 8 minus 2 6. okay, this is equal to 12 minus 6 is 6 minus 9 by 2, that is 3 by 2. കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കാൽക്കുലേഷൻസ് നിങ്ങൾക്ക് ചെയ്യാം. അടുത്തത് നമുക്ക് വേണ്ടത് 1 മുതൽ 3 വരെ ലോവർ കർവായ എ സി മേക്ക് ചെയ്യുന്ന ഏരിയ ആണ്. therefore A is the point 1 0 and C is the point 3 1. ആദ്യത്തെ പോയിന്റ് x1 y1, രണ്ടാമത്തെ പോയിന്റ് x2 y2. സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാണ്. y minus y1 by y2 minus y1 is equal to
x minus x1 by x2 minus x1. Therefore, y is equal to x minus 1 divided by 2. എ സിയുടെ ഇക്വേഷനിലെ y ആണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളത്. Therefore, integral 1 to 3 x minus 1 by 2 dx is equal to half is a constant taking outside. Integral of x is x square by 2 and minus 1 is minus x from 1 to 3. ആദ്യം നമുക്ക് അപ്പർ ലിമിറ്റ് കൊടുക്കാം. 1 by 2 into എക്സിന് 3 കൊടുക്കുമ്പോൾ 3 സ്ക്വയർ ബൈ 2 9 by 2 x is 3 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 by 2 minus 1. This is equal to 1 by 2 into 9 by 2 minus 3 minus 1 by 2 plus 1. കാൽക്കുലേറ്റർ ചെയ്യുക. ഹാഫ് ഇൻറ്റു ആദ്യം ഞാൻ ഫ്രാക്ഷൻസാണ് ചെയ്യുന്നത്. 9 by 2 minus 1 by 2 8 by 2 minus 3 plus 1 minus 2. This is equal to half into 8 by 2 is 4 minus 2 2 1 എന്ന് വരും. Okay, therefore the required area is, നേരത്തെ എഴുതിയിട്ടുണ്ട്, 1 to 2 AB make ചെയ്യുന്ന ഏരിയ that is 1 plus 2 to 3 BC make ചെയ്യുന്ന ഏരിയ that is 3 by 2 minus 1 to 3 AC make ചെയ്യുന്ന ഏരിയ 1 1 കട്ടാകും. therefore the answer is 3 by 2. ഈ പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഏരിയ ബിറ്റ്വീൻ ടു കർവ്സ് ഇന്റഗ്രൽ ടു ബി f2x dx മൈനസ് ഇന്റഗ്രൽ ടു ബി f1x dx അപ്ലൈ ചെയ്യുമ്പോൾ അപ്പർ കർവ് സ്പ്ലിറ്റായിട്ടാണ് ഏരിയ മേക്ക് ചെയ്യുന്നത്. അത് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ആഡ് ചെയ്ത ശേഷമാണ് ലോവർ കർവിൻ്റെ ഏരിയ സബ്ട്രാക്ട് ചെയ്യേണ്ടത്. ഓക്കെ.